ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിം ടൈം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഡാർക്ക് റിഡിൽ 3 നമ്മളത് കംപ്ലീറ്റ് ചെയ്തതാണ്. എന്നാലും നമുക്കിനി ഒരു ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒരു മിനി ഗെയിം പോലെ ഒരു ഇമ്പോസ്റ്റർ ഡോസ്. അത് ഇമ്പോസ്റ്റർ ഡോർ എന്നുള്ള അതിൻ്റെ പേരല്ല, അതിൻ്റെ ഫസ്റ്റ് മിഷൻ്റെ പേരാണ് ഇമ്പോസ്റ്റർ ഡോസ്. ഈ സംഭവത്തിൻ്റെ പേര് വേറെന്തോ ആണ്, ഞാൻ എന്തുമായിരുന്നു മറന്നുപോയി ഗൈസ്. വേറെന്തോ ഒരു ഡോർസോ അങ്ങനെ എന്തോ എല്ലാം കൂടി വരുന്നൊരു ഗൈസ്. നമ്മൾ ഫസ്റ്റ് മിഷൻ കളിച്ച് കംപ്ലീറ്റ് ചെയ്താലേ അടുത്ത അൺലോക്ക്. അപ്പോൾ ഗൈസ് എല്ലാം ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് കണ്ടോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. കണ്ടോ ഗൈസ്, അവർ നൈബേഴ്സ് നെയിം ഈസ് റിഡിൽ വുഡ് ഗൈസ്. എല്ലാവരും വുഡുകളാണ് ഗൈസ്. റിഡിൽ വുഡ്, എക്സൽ വുഡ്, ഗ്ലോറിയ വുഡ്. കണ്ടോ ഗൈസ്, നമുക്കിവിടെ ഒത്തിരി മറ്റേ ബുള്ളറ്റ്സ് കിട്ടും, ആമോ ഇല്ലേ, ഒത്തിരി കിട്ടും ഗൈസ്. ഇവിടെ നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ ബുള്ളറ്റ് വെച്ചാൽ നമുക്ക് വെടി വെച്ചിരിക്കണം നമ്മൾ ഈ റെഡ് സംഭവത്തിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബുള്ളറ്റ് തീരത്തില്ല. കണ്ടോ, നമുക്ക് ഇവർ കുറേ ബുള്ളറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ചില ഡോറൊക്കെ ബ്ലറായിട്ട് കാണിക്കും ഗൈസ്. ഇറ്റ്സ് ക്ലോസ്ഡ് എന്ന് കാണിക്കും നമ്മുടെ ലാബിൽ. പക്ഷേ ഈ പ്രാവിനെ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റത്തില്ല. ചില പ്രാവിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇതിനെ കൊല്ലാൻ പറ്റും. അതെ ഗൈസ്, പൂശിയിട്ടുണ്ട്. നമുക്കിത് ഈ സംഭവം കണ്ട അതേലോട്ടാണ് വെടിവെക്കേണ്ടത് ഗൈസ്. നമ്മൾ ചാടി പോണം ഗൈസ്. കണ്ട, നമ്മൾ താഴെ വീണ്. ഓ ഗൈസ്, നമ്മളിതുപോലെ ചാടി പോണം ഗൈസ്. കണ്ടോ, നമ്മളിങ്ങനെ ഓരോ ഹൈ ആയിട്ടുള്ള പ്ലേസിൽ ചാടി പോണം. കണ്ടോ ഗൈസ്, നമ്മളിങ്ങനെ ചാടി പോണം. പക്ഷെ നമ്മൾ ഇങ്ങനെ കണ്ട ഗൈസ്, ശ്രദ്ധിച്ച് ചാടണം ഗൈസ്. ഇത് ഓ ചാടി കണ്ടോ ഗൈസ്, പിന്നെയും പോയി. കണ്ടോ ഗൈസ്, പിന്നെയും പോയി. നമ്മൾ ശ്രദ്ധിച്ച് ചാടണം. ഇതുപോലെ ശ്രദ്ധിച്ച് ചാടണം. ഇവിടെയാണ്. ഓ ഗൈസ്, നമ്മുടെ കൈയുടെ അകത്തെന്തോ ഇരിക്കുന്നു. എന്തോ അയൺമാൻ്റെ പവർ പോലത്തെ എന്തോ സംഭവം നമ്മുടെ ഗ്ലൗസിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. ഡേയ്സി പൂശി. കണ്ടോ ഗൈസ്, ഈ തോളം വീശി പൂശി വന്നു ഗൈസ്. നമ്മക്കേ ഇവിടെ എന്താ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ അത് കുഴപ്പമില്ല ഗൈസ്, നമ്മൾ അതേ സ്ഥലത്ത് തന്നെ എത്തുന്നത്. ഇപ്പോൾ ചത്താലും നമ്മൾ കണ്ട ഒരേ സ്ഥലത്ത് തന്നെ എത്തുന്നത്. ബുള്ളറ്റ് ഇല്ലല്ലോ ഗൈസ്, എവിടെയെങ്കിലും ബുള്ളറ്റ് ഉണ്ട്. വർക്ക് ബെഞ്ചിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. നമുക്കേ ഒന്ന് ലാബിൽ പോയിട്ട് ബുള്ളറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ലാബ് കണ്ടോ, കിട്ടി ഗൈസ്. പക്ഷെ എനിക്ക് തോന്നണുണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ മുയൽ കണ്ടില്ലേ, അവിടെ ഒരു പ്രൊട്ടക്ഷൻ കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡാർക്ക് റിഡിൽ 4 ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പുറത്തിറങ്ങിയിരിക്കും, ഇത് വളരെ ഡേഞ്ചർ ആയതുകൊണ്ട് ഇത് പുറത്തിറങ്ങാതിരിക്കാനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് നമ്മളൊന്നും ചെയ്തില്ല ഗൈസ്.
എടുക്ക് ഗൈസ്. കണ്ട റീസ്റ്റാർട്ട് ചെയ്താ ഒന്നും കൂടി കിട്ടും ഗൈസ്. കൊടുത്തിട്ടുണ്ട്. അപ്പടക്കോ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. കോയിൻ വരട്ടെ. ഉണ്ടോ ഗൈസ്? ഇവിടെ കോയിൻ ഉണ്ട് ഗൈസ്. കോയിൻ ഉണ്ടെന്ന് നമുക്കറിയാതെ. ഗൈസ് കണ്ട മാപ്പിനെ മണ്ടക്കേക്കടെ ചാടി അങ്ങ് പോവുക. അപ്പോ ഇവിടെ ഉള്ള അമ്മ പിങ്ക് തൂവല എന്താണ്? അല്ല ഗൈസ് പിങ്ക് തൂവൽ അല്ലത്. എനിക്ക് നമ്മൾ വെടി വെച്ചപ്പോളേ പ്രാവിന്റെ ചോരയില്ലേ അത് വീണായിരിക്കും കേട്ടോ ഗൈസ്. നമ്മൾ വെടി വെച്ചപ്പോൾ ആ ചോരയില്ല അത് വീണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചോര താഴോട്ട് ചിറകയിൽ പറ്റി. ഇതൊന്നും ചെയ്യത്തില്ലെന്നാണ് തോന്നുന്നത്. നമ്മളന്ന് വന്നപ്പോഴോ ഇവരൊന്നും അവിടെ പൊക്കോ. ഇനി എവിടാണ്? അവിടെ കോയിൻ വേണ്ടല്ലേ? കൊടുത്തേക്കാണ്. ഇവനെന്ത് ചെയ്യും? പോടാവുന്നു പേടിപ്പിക്കല്ലേ. ബുള്ളറ്റുകളാണോ? പോടാ. കൊണ്ടില്ല. പോടാ കളിപ്പിക്കാൻ നോക്കുന്നു. എന്തോ ഭാഗ്യത്തിനാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിരിക്കണോ? ഇനി അടുത്തത് നമ്മളിനി കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. Your representative Lethal Sourdowood and his siblings. നമുക്കാരും ചെയ്യാൻ പറ്റത്തില്ല. മിഷൻ കംപ്ലീറ്റ് ഗൈസ്. ഗൈസ് +1 അടുത്ത മിഷൻ അൺലോക്ക് ആയിട്ടുണ്ട്. ഗൈസ് ഇത് പ്ലേ ഗ്രൗണ്ട്. ഇതാണ് ഇമ്പോസ് ഗൈസ്. റിവാർഡ് എന്താണ്? ഒരു ഗണ്ണ് കിട്ടും ഗൈസ്. നിങ്ങളത് കണ്ടായിരുന്നു? ഒരു അടുത്ത ലെവലും അൺലോക്ക് ആകും. പിന്നെ ഒരു ഗണ്ണിൻ്റെ പടം കണ്ടായിരുന്നു ഗൈസ്? അറിയില്ല ഗൈസ്, ഉള്ളതാണെന്നൊന്നും അറിയത്തില്ല. നോക്കാം ഗൈസ്. കിട്ടിയ എല്ലാത്തിനും നമുക്ക് എല്ലാം കൂടി കൊടുക്കാം. മെഡിക്കറ്റ് ഗൈസ്. ഗൈസ് എന്താണ് 2 പ്രാവ് തന്നെ ഒരു ഡോറിൻ്റെ അവിടെ? ഗൈസ് എനിക്ക് തോന്നണേ പ്രാവ് നമ്മളെ ഹിൻ്റാണ്. അത് തന്നെ ഗൈസ്, നമ്മളെ ഹിൻ്റാണ് പ്രാവ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അടുത്ത പ്രാവ് ഇവിടെ വല്ലതും ഉണ്ടോ? ആ ഡോറിലോട്ട് നമ്മൾ പോകണമെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് അടുത്ത പ്രാവ് അവിടെ ഉണ്ട് ഗൈസ്. അടുത്ത പ്രാവ് അവിടെ ഉണ്ട്. ഒന്നും കിട്ടിയില്ല. നമ്മളിതൊക്കെ ഒന്ന് ആദ്യമേ എടുക്കട്ടെ ഗൈസ്. പോകാം. പൊക്കോളി ഗൈസ്. അടുത്ത പ്രാവ് നേരെ പോക്കാം. നമുക്കിതെല്ലാം എടുക്കണം ഗൈസ്. എല്ലാം എടുത്തിട്ട് നമ്മൾ പോകത്തുള്ളൂ. ഒന്നുപോലും നമ്മൾ വെറുതെ എടുത്തില്ല ഗൈസ്. കണ്ട ഗൈസ്, നമ്മൾ ഒന്നും പോലും വെറുതെ എടുത്തില്ല.
ഇവിടെ മുയലുണ്ടില്ല, ഇല്ലല്ലോ. അടുത്ത പ്രാവ് അവിടെ ഉണ്ട്. നമ്മളെ ഇനി പ്രാവിനെ ഒന്ന് വെടിവെച്ച് കൊല്ലണ്ട ഗൈസ്. നമ്മൾ അഥവാ വേറെ ഡോറ് വല്ലതും മാറിയേ പഴയ സ്ഥലത്തോട്ട് പോയാൽ നമുക്ക് തിരിച്ചു വരാനുള്ള മറ്റേ പെയിന്റിങ്. പ്രാവേ പ്രാവേ. അയ്യോ ഗൈസ്, ഇത് കാണിച്ചില്ല. ഇവിടെ പ്രാവ് കാണുമോ ഗൈസ്? ഇവിടെ ഒന്നും പ്രാവിനെ കാണുന്നില്ല. എന്താണ്? ഗ്ലിച്ചായി ഗൈസ്, ഗ്ലിച്ചായി. നമ്മക്കേ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്താലോ? ഗ്ലിച്ചായി. റീസ്റ്റാർട്ട് ചെയ്യാം. ഗെയിം ഫുള്ള് റീസ്റ്റാർട്ട് ചെയ്യാനല്ല ഗൈസ്, നമുക്ക് ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ഓപ്പൺ ആക്കാം ഗൈസ്. നമ്മൾ വെറുതെ 2 ഹാർട്ട് കൂട്ടി, എന്തിനാണെന്നൊന്നും അറിയത്തില്ല, എന്നാലും കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതെപ്പോ പോകുമെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് ഇറങ്ങാൻ പറ്റുന്നെങ്കിൽ കൊള്ളായിരുന്നു. എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രാവിന്റെ പൊടി പോലും ഇല്ല ഗൈസ്. അവിടെ നിന്ന് പൊട്ടുന്നുണ്ടോ ഗൈസ് എന്തൊരു സാധനം? ശ്രദ്ധിച്ചായിരുന്നു നിങ്ങള്? കണ്ട ഇതാണോ ഇനി ഹിന്ദി? അല്ല ഗൈസ്, അല്ല. അവള് പിന്നെ വയലത്ത് അറിയില്ല ഗൈസ്. നമ്മൾ പറന്നൊക്കെ ചെല്ലാൻ പോകണം. ഇവിടെ നേരെ അല്ല, ശരി. ഏതായിരുന്നു നമ്മളെ പുറകെ ഫുൾ ഷെൽഫാണ് ഇത് ഗൈസ്. നമ്മള് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കേ ഇവിടെ നോക്കാം. ഗൈസ് ഗൈസ്. എന്താണ് വേറെ ഡോറൊന്നുമില്ല. അപ്പൊ ഗൈസ് നമ്മൾ ജയിച്ചു ഗൈസ്. കണ്ട ഗൈസ്? യെസ്. മിഷൻ കംപ്ലീറ്റഡ്. ഗണ്ണൊന്നും കിട്ടിയില്ല ഗൈസ്. എനിക്ക് തോന്നി പറ്റിക്കൊന്ന്. കണ്ട ഗൈസ്, ഇൻവെന്ററിയിലൊന്നും ഒന്നുമില്ല. പക്ഷെ ഗണ്ണ് കിട്ടിയിട്ടുള്ള എൻ്റെ ഇവിടെ ഇതാണ് സ്ഥലം. ഇവിടെ ഡോർസ് തന്നെയാണ് ഗൈസ്. All the rules are the same as in the past. Only here are a little more enemies indoors. നമ്മൾ നേരത്തെ അവിടെ നിന്നായിരുന്നു. നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡോറിൽ കയറി ഇപ്പോൾ ഈ സ്ഥലത്ത് വന്നു. ഇവിടെ പ്രാവ്. ഇവിടെ അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഇങ്ങനെ മുയൽ മറ്റേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതിനെ. താഴത്തേക്കൂടെ ഒരു വഴി. ഞാൻ സ്ഥലം കണ്ട വഴി. ഇത് തന്നെ വഴി. കേറിക്കോ കണ്ട ഇവിടെ മുയൽ നിൽക്കുന്നു. ഇവിടെ എവിടെയാണ് ഗൈസ്? ഗൈസ് ഡോറ് ഗൈസ്. അത് കാണാൻ പറ്റത്തില്ല ഗൈസ്. പെട്ടെന്ന് നോക്കിയാ അതേ മുയൽ. ഇവിടെ വേറെ മുയലും എല്ലാം ഉണ്ടോ?
ആ ഗൈസ് അതിൻ്റെ ഇടയ്ക്കൊരു മുയല്. പക്ഷെ അതെന്താണ് പറക്കണ? പക്ഷെ പറക്കുന്ന ആ മുയല് മാറണം നേരമായി. പക്ഷെ ആ മുയല് പറക്കുന്നു ഗൈസ്. കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് മെഷീൻ ഗണ്ണുമായിട്ട് നിൽക്കുവാണ്. പക്ഷെ മെഷീൻ ഗണ്ണല്ല, ബുള്ളറ്റ് അല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് ഗൈസ്. വേറെന്തോ സാധനമാണ്. എന്തോ ലേസറല്ല എന്തോ ഇലക്ട്രിക് പവർ ആണെന്തോ. അതിൻ്റെ ഫ്രണ്ട് കണ്ടായിരുന്നു ഗൈസ്. ഒരു മെഡിക്കറ്റ് ഉണ്ട്. മെഡിക്കറ്റ് വേണോ ഗൈസ്? മെഡിക്കറ്റ് വേണ്ട ഗൈസ്. ഹാർട്ട് ഒരെണ്ണം. ഗൈസ് ഇവിടെ ഒരു വഴിയുണ്ട്. മുയല് മുയലാണ് അടുത്ത ഹിന്റ് എന്ന് തോന്നുന്നു. പക്ഷെ 2 ഹിന്റ് കാണുമോ? മുയലും പ്രാവും. ഗൈസ് പെട്ട് ഗൈസ്. നേരത്തെ പോലെ അല്ല ഗൈസ് ഇത്. ഇവിടെ 1 2 4 ഡോറുണ്ട് ഗൈസ്. നമ്മളെ ഇവന് ഈ പൊട്ടനാണ്. അവൻ കറങ്ങിക്കൊണ്ടിരിക്കണം ഗൈസ് അവിടെ ഇരുന്ന്. എന്നിട്ടും കണ്ടില്ല. നമ്മൾ നൈബറൊക്കെ ആണെങ്കിൽ ഒരു ഒറ്റ കറക്കത്തിന് ഓടി വന്ന് പിറകെ വന്ന് പിടിക്കാന്. ഇതാണ് എടുക്കാൻ വരുന്നത്. ഞാൻ അവിടെ നിൽക്കാവോ? ഇവിടെയാണ് പ്രാവ്. ഓ ഗൈസ് പ്രാവ് അങ്ങോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരണം. ഓ ഗൈസ് എനിക്ക് തോന്നണേ മുയൽ ഇവിടെ അല്ലേ ഇന്ന് അറ്റത്തെ ഡോറാണെന്ന് തോന്നുന്നത് ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മുയൽ എപ്പോഴും ആ ഡോറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പം എനിക്ക് തോന്നുന്നു അറ്റത്തെ ഡോറാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഗൈസ് അതല്ല ഗൈസ്. അതല്ലെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എന്താണെന്ന് നമ്മൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കില്ല ഗൈസ്. നമ്മുടെ കഴിഞ്ഞ അതിലങ്ങനെയായിരുന്നു. കഴിഞ്ഞല്ല മറ്റേ സ്ഥലത്തുള്ള അവിടെ. തിളങ്ങുന്ന കണ്ട ഡോറ്. അവിടാണ് ഹിന്റ്. ഹിന്റ് തന്നെയാണോ? ഇപ്പൊ തന്നിരിക്കുന്ന ഹിന്റാണ്. നേരത്തെ ചിലതൊക്കെ ഹിന്ദുവാണ് ഗൈസ്. എന്തൊക്കെ കളിയാണ് ഗൈസ്. ഡാർക്ക് റിഡിൽ 3 സ്ട്രേഞ്ച് ഫീൽ. ഗൈസ് ഇതിനെന്താന്ന് റിവാർഡ്? മാപ്പാ എന്തിനുള്ളതെന്ന് അറിയത്തില്ല. ബൂട്ട് ക്യാമ്പ് ഗൈസ്. ബൂട്ട് ക്യാമ്പ് നമുക്കല്ല ബൂട്ട് കിട്ടുക ഗൈസ്. എന്താണ് ഗൈസ്? യൂസ് റിസീവ്ഡ് ജമ്പറാ. എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഗൈസ്? ഓ നമുക്ക് ചാടാൻ പറ്റും ഗൈസ്. ഹൈ ജമ്പാണ്. നല്ല പൊക്കത്ത് ജമ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. സ്നൈബർ വരുമ്പോൾ നമുക്ക് നേരെ ചാടാം. ഇതാണ് തടിക്കോ താഴെ പോയി. കടിക്കോ. ഓ ഗൈസ് നമ്മളെ ആ സാധനത്തിൻ്റെ ഈ ആരോടെ മേൽ കയറിയാൽ നമുക്ക് വെറുതെ ചാടാൻ പറ്റത്തില്ല. തടിക്കോ. അങ്ങനെ തന്നെ. ഗൈസ് പണിപ്പാളി. അയ്യോ ഗൈസ് പണിപ്പാളി കിട്ടുന്നുണ്ട്. ഇല്ല ഗൈസ് ലേസറാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ അറ്റത്ത് തന്നെ കൊണ്ട് നിന്നിട്ടുണ്ട്. 2 ഹാർട്ട് പോയി ഗൈസ്. 1 ഹാർട്ടിൻ്റെ ആവശ്യമുള്ളൂ ഗൈസ്. മനുഷ്യന്മാർക്ക് 1 ഹാർട്ടേ ഉള്ളൂ. പേടിക്കണ്ട ഗൈസ്. അല്ല അങ്ങനല്ല ഗൈസ്. ഇതിനകത്ത് ഹാർട്ട് ഇതുപോലെ ഇല്ല. നമുക്കിതിനകത്ത് 3 ഹാർട്ട് വേണം. അത് നല്ല ആവശ്യമുണ്ട് ഗൈസ്. ഇതിനകത്തെ എത്ര ഹാർട്ട് കൂട്ടാൻ പറ്റുമോ ഗൈസ്? വല്ലോ അതെ ക്യാഷ് കൊടുത്ത് കൂട്ടാൻ പറ്റുമോ? ഇല്ലെന്നാണ് തോന്നുന്നത്.
ഞാൻ പേടിച്ചു പോയി കേട്ടോ. എപ്പോഴും ഇവരിങ്ങനെ പേടിപ്പിക്കും ഗൈസ്. ലാസ്റ്റ് ഹാർട്ട് മിന്നി ലാസ്റ്റ് പോകും. എന്നിട്ട് അടുത്ത കളി വരുമ്പോൾ ലാസ്റ്റ് ഹാർട്ട് അവിടെ തന്നെ കാണും. ഓ ഗൈസ് ഗൈസ് നമ്മൾ ഇപ്രാവശ്യം ജയിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ജയിച്ചിരിക്കും. ഞാൻ പറയത്തില്ലെന്ന്. പിന്നെ ഞാൻ പോയി ഗൈസ്. ക്ലിക്കാണ് ഗെയിം. നമ്മൾ എത്രാമത്തെ വട്ടാണ് കളിക്കുന്നതെന്ന് അറിയാമോ? എന്താണ് ഇതിൻ്റെ കറക്റ്റ് സമയത്ത് ബട്ടണും വർക്കാവത്തില്ല. പിന്നെ കഷ്ടമാണെന്നത്. 101 രൂപയുണ്ട്. കറക്റ്റ് 101 രൂപ. 1 രൂപയ്ക്കെല്ലാം കിട്ടിയിരുന്നെങ്കിൽ മേടിക്കായിരുന്നു. ഈ ഗെയിമിൻ്റെ അകത്തെ ബൂമർ ഉണ്ടായിരുന്നെങ്കിൽ മേടിക്കായിരുന്നു ഗൈസ്. സെൻറ്റർ ഫ്രൂട്ടായാലും മതി. 1 രൂപയുണ്ടല്ലോ, അപ്പോൾ കറക്റ്റ് 100 രൂപ കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ വല്ലതും മേടിച്ചാലേ 1 രൂപ തിരിച്ച് തന്നില്ലെങ്കിലോ പറയാൻ പറ്റത്തില്ല ഗൈസ്. ആ 1 രൂപ വേണമെങ്കിൽ എപ്പോഴും ഹാർട്ട് കളഞ്ഞെന്നും പറഞ്ഞ് നമ്മളെ പുളിസും നമ്മളോട് അവൻ കളിക്കാൻ നോക്കി. നമ്മൾ ജയിച്ചു ഗൈസ്. നമ്മൾ എത്ര വട്ടം തോറ്റും നമ്മൾ ഒരു ഫെയിലിയർ ലീഡ്സ് ടു സക്സസ്. ഇതേ ഗൈസ്. ലേസറാണ്, ഒരു പ്രശ്നമില്ല ഗൈസ്. നമ്മുടെ ഹൈ ജമ്പറുണ്ട്. കണ്ണാടി വെച്ചിട്ടേ നമുക്ക് ടെലിപ്പോർട്ടാ. നമ്മുടെ കണ്ണാടി വെച്ചേ നമുക്ക് ടെലിപ്പോർട്ടാകാൻ പറ്റും. നമുക്ക് ഒരു വട്ടം ടെലിപ്പോർട്ടാകാൻ പറ്റും. ഇതാണ്. അയ്യോ ഗൈസ് പെട്ട് ഗൈസ്. കുറേ ഉണ്ട് ഗൈസ് ഈ ലേസർ. അയ്യോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളായിരുന്നു അനങ്ങിക്കൊണ്ടിരുന്നത്. ലേസറൊന്നും ചെയ്യത്തില്ല. ഇത് പക്ഷേ പെട്ട് ഗൈസ്. ലേസർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഈ കടമ്പങ്ങി കടക്കണം. എല്ലാത്തിനെയും കൊടുക്കണം. എല്ലാത്തിനും കുഞ്ഞിരുന്ന പ്രശ്നം, ഉയർന്നിരുന്ന പ്രശ്നം. നമുക്ക് ഇനി കുഞ്ഞിന് തന്നെ ഇരിക്കാം. താഴെ തന്നെ ഇരിക്കാം ഗൈസ്. എനിക്ക് നിൽക്കണ്ട. ഇതിട്ട പ്രൊട്ടക്ഷൻ കവറേജ് വല്ലതും ഉണ്ടോ? ഇല്ല, കാണാൻ പറ്റത്തില്ല ഗൈസ്. ലേസർ താഴെ മറ്റേ അയൺമാൻ്റെ കണക്കൊരു സംഭവം ഇട്ടുകൊണ്ട് വന്നേക്കുക. എന്ത് കാര്യത്തിനാണ്? ഒരു കാര്യമില്ലായിരുന്നു ഗൈസ്. മര്യാദയ്ക്ക് ഡോക്ടർ ഗ്ലോറിയുടെ വീട്ടിൽ പോയി വല്ലതും ഇരുന്ന് എന്തിനാണോ ഡോക്ടർ ഗ്ലോറിയുടെ ഒരു പത്രം വായിക്കുന്ന ക്ലാസ് എടുത്തിട്ട് എന്തിനാണ് ഗൈസ്? ഞാൻ വിചാരിച്ച ഹൗവേഡ് ഈ ഗ്ലാസ് പൊട്ടിച്ചതിനെ ചില്ല് വെച്ചൊരു ട്രാപ്പ് ഉണ്ടാക്കാനായിരിക്കും. ഒരു കാര്യമില്ല ഗൈസ്. ഡോക്ടർ ഗ്ലോറിയ മെൻ്റൽ ഹോസ്പിറ്റലിൽ നോക്കിക്കൊണ്ട് കണ്ണാടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ടെലിപ്പോർട്ടാകാൻ പറ്റും. അതെന്തിന്? ഒരു വട്ടം ടെലിപ്പോർട്ടാകാൻ പറ്റത്തുള്ളൂ. കണ്ണാടി എടുക്കാനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഈ കണ്ണാടി? ഒരു ഉപയോഗമില്ല. ഇങ്ങനെ സെൻസറാണോ എന്ന് അറിയത്തില്ല. നൈബറിൻ്റെ അടുത്ത് പോകുമ്പോഴേ നൈബർ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാലോ ഗൈസ്. നമുക്ക് നമ്മളെ ഈ കണ്ണാടി വെക്കുമ്പോഴേ മറ്റേ സംഭവം കാണാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മറ്റേ സംഭവം ഇല്ലേ, കണ്ണില്ലേ, ഒരു നൈബർ വരുവാണെങ്കിൽ അത് കാണാൻ പറ്റും. ഇതിൽ ഇതിനകത്ത് വല്ലതും അലേർട്ട് വല്ലതും വരുവാണെങ്കിലോ ഗൈസ്, സൈഡിൽ മറ്റേ അയൺമാൻ്റെ ലൈറ്റ് പോലെ പ്രശ്നം ഉണ്ടെങ്കിൽ റെഡ് കളർ നമുക്കേ ഇങ്ങനെ വരുമോയെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. വരുവാണെങ്കിൽ തന്നെ എന്താണ് ഗൈസ്, നൈബർ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അടുത്ത വീഡിയോ പിന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്. പിന്നെ വേറെ